ഞായർ മോർണിംഗ് വ്ളോഗ്. അട്ടിച്ചൊന്നുമല്ല, രാവിലെ പുഴുങ്ങുന്നതും ഇവിടുത്തെ കോവയിൽ നിന്ന് ഞങ്ങൾ കോവയ്ക്ക പറിച്ചു. ഇത് കഴുകണം, മണ്ണായതുകൊണ്ടാണ് ഈ അഴുക്ക്. അരിയുന്നത് ക്യാമറയ്ക്ക് മുമ്പിൽ ഒരു ഇൻട്രോവേർട്ടാണ്. അവൾ ക്യാമറയിൽ വരില്ല, അതെന്താണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെ കാണിക്കാനേ പറ്റൂ. ഒരു സൺഡേ വ്ലോഗിലേക്ക് എല്ലാവർക്കും വെൽക്കം. ആരാണ്ട് തട്ടിക്കൊണ്ട് പോകാതിരിക്കുന്ന പോലെ മാറു ക്യാമറ. കുറച്ച് സന്തോഷം എനിക്ക് മാറു. ഏയ് അങ്ങനെ കാണും. കപ്പ വേണ്ടവർക്ക് കപ്പ, പുട്ട് വേണ്ടവർക്ക് പുട്ട്. ഉച്ചയായപ്പോൾ വെളിച്ചൻ്റെ വീട്ടിൽ പോയി. ഇന്നത്തെ ഊണ് അവിടെ. എനിക്കൊന്നും ഇടണ്ട അതില്, വേണ്ട, ഒരു സാധാ നാരങ്ങ വെള്ളം മതി. ഞാൻ ചെന്നപ്പോൾ തന്നെ എനിക്കൊരു നാരങ്ങ വെള്ളമൊക്കെ ഇട്ട് തരിക. അതിൽ മാങ്ങ ഇടണോ ഇഞ്ചി ഇടണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഈ ഇരിക്കുന്നതാണേ എൻ്റെ വെളിച്ചൻ. ഇതോ അതെൻ്റെ ഈ ആയ. വെള്ളിച്ച പച്ചമാങ്ങ മോരുണ്ടാക്കിയായേ. പച്ചമാങ്ങ മോര് ഉണ്ടാക്കുന്നേ. ഫുഡൊക്കെ റെഡിയാക്കി ഡൈനിങ് ടേബിളിൽ എടുത്ത് വെച്ചു. ചോറും അവിയലും തോരനും ഒക്കെ ഉണ്ട്. ഞാനതിൽ നിന്ന് ആദ്യം കഴിച്ചത് ചിക്കനും ചീനിയായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. നാളെ എൻ്റെ ചേച്ചി പോവായതുകൊണ്ട് അവൾക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ആദ്യം ഉണക്കമാങ്ങ അച്ചാറിട്ടു. അത് കഴിഞ്ഞിതാ അവൽ വിളയിച്ചതൊക്കെ ഉണ്ടാക്കി. ഇനി ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് വൈകിട്ടൊന്ന് അമ്പലത്തിൽ പോകാൻ. ഞങ്ങളുടെ അടുത്തുള്ള 1-2 അമ്പലത്തിൽ പോകണം. ഞാനും പാറും ഒരുങ്ങി ഇറങ്ങി. നല്ല മഴയാണ് പുറത്ത്. ഞങ്ങൾ സ്കൂട്ടറിനാണ് പോകുന്നത്. കുറച്ച് ഇരുട്ടി, ഒരു 6:30 ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. നമ്മൾ നമ്മുടെ കൊടുന്തരമ്പലത്തിൽ നിന്ന് ഇറങ്ങി, പക്ഷെ കാണത്തില്ല. കൊടുന്തരമ്പലത്തിൽ നിന്ന് ഇറങ്ങി, ഇനി താഴെയമ്പലത്തിൽ. അങ്ങനെ അടുത്ത അമ്പലത്തിൽ ഞങ്ങളെത്തി. അവിടെ എന്തോ നാളെ ഉത്സവം എന്താണെന്ന്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. വീട്ടിലപ്പോൾ ഈയായും വെല്ലിച്ചനും വിഷ്ണുവും വന്നിട്ടുണ്ട്. നാളെ ചേച്ചി പോകല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. അല്ലാതെയും വരാറുണ്ട്, എന്നും വരാറുണ്ട്. ഇതെൻ്റെ അച്ഛനാണ്. അപ്പോൾ അവരൊക്കെ പോയി കഴിഞ്ഞ് ഞങ്ങൾ പാക്കിങ് തുടങ്ങി. അതൊന്നും അങ്ങനെ ഒരുപാട് കാണിക്കുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ അവൽ വിളയിച്ചതാണ് ഞാനും അമ്മയും കൂടെ പാക്ക് ചെയ്യുന്നത്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.